ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൂക്കറിൻ്റെയും ഡ്യൂട്ടിൻ്റെയും എക്സോസ്റ്റ് ഫാനുകൾ, അതായത് 6 ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് ഫാനുകൾ, പൈപ്പ് ടൈപ്പും അതുപോലെ തന്നെ 8 ഇഞ്ച് പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റുകളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മൾ ആദ്യമേ തന്നെ കാണിക്കുന്നത് ലൂക്കറിൻ്റെ എക്സോസ്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് അതിൻ്റെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ 1040 രൂപയാണ് അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. 18 വാട്ടാണ്, 150 mm ആണ് അതിൻ്റെ ലീഫിൽ വരുന്നത്. അതായത് 6 ഇഞ്ച് പൈപ്പിൽ കൊടുക്കാൻ പറ്റുന്ന എക്സോസ്റ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 1040 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ലൂക്കറിന് തന്നെയാണ്. ലൂക്കറിന് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞത് 6 ഇഞ്ചാണ്. ഇപ്പോൾ ലൂക്കറിൽ നമ്മളടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൂക്കറിൻ്റെ തന്നെ 8 ഇഞ്ച്, അതായത് 8 ഇഞ്ച് പൈപ്പ് വരാവുന്ന രീതിയിൽ നമ്മുടെ കിച്ചണിലൊക്കെ വരുന്നതെന്ന് വെച്ചിട്ട് അത്യാവശ്യം വലിയ പൈപ്പുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിച്ചണിൽ വെക്കാൻ പറ്റുന്നത് 200 mm അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ എക്സോസ്റ്റാണ്. അല്ലാതെ വരുന്നതെന്ന് വെച്ചാൽ റൂമുകളിലും അതുപോലെ തന്നെ ബാത്റൂമുകളിലൊക്കെ 150 സെൻറ്റിമീറ്ററിൻ്റെ മതി, 150 mm മതി, അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ മതി. അതിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കാം. ഇത് എല്ലാം തന്നെ 2 വർഷം ഗ്യാരണ്ടിയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും നോക്കാം. 24 വാട്ടാണ് കമ്പനി പറയുന്നത്. അതായത് 8 ഇഞ്ച് പൈപ്പ്, 8 ഇഞ്ച് എക്സോസ്റ്റിന് വരുന്നത് 1680 വരുന്നത്. അതായത് 8 ഇഞ്ചിന് വരുന്നത് 1680 1040 രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ട് അറിയാൻ പറ്റിയിരിക്കും. 8 ഇഞ്ചിന് വരുന്നത് 24 വാട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഇഞ്ചിന് വരുന്നത് 18 വാട്ടാണ് എൻ്റെ എനർജി കൺസപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റിന് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്ക്വയർ ടൈപ്പ് ഉണ്ട്. സ്ക്വയർ ടൈപ്പ് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ക്വയർ ടൈപ്പാണ്. സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തെ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ പൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വീട് നമ്മൾ വെക്കുന്ന സമയത്ത് തേക്കുന്നതിന് മുന്നേ നമ്മുടെ എവിടെയാണ് എക്സോസ്റ്റ് വെക്കാൻ ഉദ്ദേശിച്ചത് അവിടെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ എക്സോസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാണ് ഡ്യൂട്ടൻ്റെ 6 ഇഞ്ചിൻ്റെ എക്സോസ്റ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഡ്യൂട്ടൻ്റെ 6 ഇഞ്ച് എക്സോസ്റ്റ് നമ്മൾ റേറ്റ് ഒന്ന് നോക്കാം. ഇത് ലൂക്കറിൻ്റെ 6 ഇഞ്ചാണ്. ഇത് നമ്മൾ തൊട്ടുപുറത്ത് കാണിക്കുന്നത് ഇതിപ്പോൾ ഡ്യൂട്ടൻ്റെ, അതായത് ഈ ജർമ്മൻ കമ്പനി ഡ്യൂട്ടൻ, ജർമ്മൻ ബേസ്ഡ് കമ്പനി. ലൂക്കർ ആണെങ്കിൽ US ബേസ്ഡ് കമ്പനി. ഇത് രണ്ടും നമ്മൾ വ്യത്യാസമാണ്. രണ്ടും തന്നെ 18 വാട്ട് തന്നെയാണ് വരുന്നത്. അതായത് 6 ഇഞ്ച് വരുന്നത്, 6 ഇഞ്ച് പൈപ്പിൽ വയ്ക്കാൻ വരുന്നത് 18 വാട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ റേറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ലൂക്കറിന് വരുന്നത് 1060 അല്ലെങ്കിൽ 1000 സംതിങ് തന്നെയാണ് വരുന്നത്. 1000 അതായത് ജസ്റ്റ് 1100 താഴെ വരുന്നത്. എന്നാൽ ഡ്യൂട്ടന് വരുന്നത് 1300 റേറ്റ് വരുന്നത്. രണ്ടും തമ്മിൽ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂട്ടൻ ജർമ്മൻ കമ്പനിയാണ്, ബേസ്ഡ് കമ്പനിയാണ് ഡ്യൂട്ടൻ, ജർമ്മൻ ബേസ്ഡ് കമ്പനി. ലൂക്കർ വരുന്നത് US ബേസ്ഡ് കമ്പനി. ഇത് രണ്ടും തമ്മിൽ ഏകദേശം വാറണ്ടിയൊക്കെ സെയിം തന്നെയാണ്. 2 ഇയർ വാറണ്ടി തന്നെയാണ്. രണ്ടിൻ്റെയും പെർഫോമൻസ് ഏകദേശം സെയിം തന്നെയാണ്. വളരെ സൈലൻ്റ് ആണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ളതിനെ രണ്ടും വരുന്നത്. നമ്മുടെ ബാത്റൂമുകളിലേക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ബാത്റൂമുകളിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് മതിയോ, ഈ എക്സോസ്റ്റ് മതിയോ. അതായത് 150 mm എന്ന് ഉദ്ദേശിച്ച് ഈ 6 ഇഞ്ച് പൈപ്പിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കിച്ചണിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ 8 ഇഞ്ച് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം കിച്ചണിലെ ഏരിയയിൽ നമ്മൾ സ്മെല്ല് കാര്യങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ പുകയും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് വായു തള്ളിക്കളയണമെങ്കിൽ 8 ഇഞ്ച് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.